തെങ്ങിൻ തൈകൾ, കമുകിൻ തൈകൾ കൂടാതെ ജാതി തൈകളും മറ്റ് ഫലവർഗ തൈകളും ലഭ്യമാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു. ഇന്നു തന്നെ ചന്തക്കുന്ന് പാത്തിപ്പാറയിലുള്ള ഞങ്ങളുടെ നഴ്സറി സന്ദർശിക്കൂ. നിലമ്പൂർ നഗര വികസന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് PV അൻവർ MLAയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ നഗരവികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് MLA പറഞ്ഞു. നിലമ്പൂർ നഗരവികസനവുമായി ബന്ധപ്പെട്ട് 2 കെട്ടിട ഉടമകൾ കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് സ്ഥലം ലഭ്യമാക്കാത്തതിനാൽ നഗരവികസന പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ വൈകുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ കെട്ടിട ഉടമയെ ഉൾപ്പെടുത്തി യോഗം ചേർന്നത്. നാടിന്റെ വികസനത്തിന് സഹകരിക്കണമെന്നും നിലമ്പൂർ ടൗണിന്റെ വികസനം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആഗ്രഹമാണെന്നും MLA പറഞ്ഞു. ഫണ്ട് ലഭ്യമാക്കിയ ശേഷമാണ് എല്ലാവരുമായി ചർച്ച നടത്തി നഗരവികസനം ആരംഭിച്ചത്. പള്ളി കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും ഉൾപ്പെടെ കുറഞ്ഞ സ്ഥലമുള്ള കെട്ടിട ഉടമകൾ ഉൾപ്പെടെ സഹകരിച്ചാണ് പ്രവൃത്തി മുന്നോട്ടു പോകുന്നത്. അതിനാൽ നഗരവികസനത്തോട് സഹകരിക്കണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും കെട്ടിട ഉടമയോട് MLA ആവശ്യപ്പെട്ടു. കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വസ്ത്രസ്ഥാപനം തങ്ങളുടെ ഉപജീവന മാർഗമാണെന്നും ഇനി ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്ന് കെട്ടിട ഉടമ അറിയിച്ചു. ഇത് പുതിയ നിലപാടല്ലെന്നും ആദ്യം തന്നെ വ്യക്തമാക്കിയതാണെന്നും അവർ പറഞ്ഞു. ഇതോടെ യോഗം തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. നഗരവികസനം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ജനങ്ങൾക്ക് വിടുകയാണെന്നും PV അൻവർ MLA പറഞ്ഞു. നഗരസഭ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് MLAയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം നടത്തിയത്. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം, ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, സ്കറിയാക് നാന്തോപ്പിൽ, PM ബഷീർ, വിനോദ് P മേനോൻ, U നരേന്ദ്രൻ, പൂളക്കൽ അബ്ദുട്ടി, പരുന്തൻ നൌഷാദ്, MA വിറ്റാജ്, ഷഫീഖ്, T ഹരിദാസൻ, അബ്ദുറഹ്മാൻ, ജോർജ് M തോമസ്, EK ഷൌക്കത്ത് അലി, സുരേഷ് മോഹൻ, ലാൽ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.